ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അങ്ങനെ ഒരു ആശ്വാസ വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മുഹമ്മദൻ എസ്സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ എണ്ണം പറഞ്ഞ 3 ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് നേടി. അങ്ങനെയാണ് വിജയ വഴിയിലേക്ക് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചെത്തിയിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എല്ലാവരും മികച്ച പ്രകടനം നടത്തിയ ഒരു ടീം വർക്കിന്റെ വിജയം തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു പ്രകടനത്തിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ആദ്യം സ്റ്റാർട്ടിംഗ് 11-ൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പരിക്ക് മൂലം ജീസസ് ജിമിനസ് കളിച്ചിരുന്നില്ല. പകരം കോമെ പെപ്രയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കോറു സിംഗ് സ്റ്റാർട്ടിംഗ് 11-ലേക്ക് തിരിച്ചെത്തിയിരുന്നു. മികച്ച പ്രകടനം നടത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. മത്സരത്തിന്റെ 5-ാമത്തെ മിനിറ്റിൽ തന്നെ കോറു സിംഗ് ഒരു ഗോൾ ശ്രമം നടത്തിയിരുന്നു. അത് പിന്നീട് വിഫലമായി മാറി. പിന്നീട് 28-ാമത്തെ മിനിറ്റിൽ നോവയുടെ ക്രോസിൽ നിന്നും ഒരു പെപ്രയുടെ ഹെഡർ ഉണ്ടായിരുന്നു. പക്ഷെ അത് മുഹമ്മദൻ എസ്സിയുടെ ഗോൾ കീപ്പർ കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നീട് 37-ാമത്തെ മിനിറ്റിൽ നവോച്ചയെ അവരുടെ താരമായ കാസിമോവ് ഗുരുതരമായി ഫൗൾ ചെയ്തിരുന്നു. അതിന് ഒരു യെല്ലോ കാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ആദ്യ പകുതിയുടെ അവസാനത്തിൽ കോറു സിംഗിന്റെ ഒരു മികച്ച ഹെഡർ ഉണ്ടായിരുന്നു. പക്ഷെ അത് പോസ്റ്റിൽ തട്ടിത്തെറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു മികച്ച മുന്നേറ്റം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ നടത്തിയത്. പക്ഷെ അത് നിർഭാഗ്യം കൊണ്ട് ഗോളായി മാറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ആദ്യ പകുതി പിരിഞ്ഞപ്പോൾ മത്സരം ഗോൾ രഹിത സമനിലയായിരുന്നു. പിന്നീട് മത്സരത്തിന്റെ 55-ാമത്തെ മിനിറ്റിൽ മിലോസിന്റെ ഒരു കിടിലൻ ഹെഡർ ഉണ്ടായിരുന്നു. എന്നാൽ മുഹമ്മദൻ എസ്സിയുടെ ഗോൾ കീപ്പർ അത് തട്ടി മാറ്റി എന്നുള്ളതാണ്. പിന്നീട് 60-ാമത്തെ മിനിറ്റിൽ അലക്സിസിന്റെ ഒരു ഡയറക്റ്റ് ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് അത് പിഴവുകൾ ഒന്നും കൂടാതെ കൈപ്പിടിയിൽ ഒതുക്കി. പിന്നീട് 62-ാമത്തെ മിനിറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ പിറന്നത്. യഥാർത്ഥത്തിൽ അത് മുഹമ്മദൻ എസ്സി ഗോൾ കീപ്പറായ ഭാസ്കർ റോയിയുടെ പിഴവിൽ നിന്നാണ് ആ ഒരു ഗോൾ പിറന്നത്. അദ്ദേഹത്തിന്റെ ഓൺ ഗോളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ലൂണയുടെ കോർണർ കിക്കിൽ നിന്നായിരുന്നു ആ ഗോൾ പിറന്നത്. മുഹമ്മദൻ എസ്സിയുടെ ഗോൾ കീപ്പറായ ഭാസ്കർ റോയ് ആ ഒരു ബോൾ പിടിക്കുന്നതിന് പകരം അത് പഞ്ച് ചെയ്ത് അകറ്റുകയാണ് ചെയ്തത്. പക്ഷെ അത് സ്വന്തം ഗോൾ പോസ്റ്റിൽ തന്നെ കയറി എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിലെ ലീഡ് സ്വന്തമാക്കിയത്. പിന്നീട് 68-ാമത്തെ മിനിറ്റിൽ കോറോയും ലൂണയും ചേർന്നുകൊണ്ട് ഒരു അവസരം സൃഷ്ടിച്ചെടുത്തിരുന്നു. പക്ഷെ പെപ്രയിലേക്ക് അത് കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ ഒരു അവസരം ഫലം കണ്ടില്ല. പിന്നീട് മത്സരത്തിന്റെ 70-ാമത്തെ മിനിറ്റിൽ മുഹമ്മദൻ നസിയുടെ താരമായ റംസൻഗക്ക് ഒരു മികച്ച അവസരം ലഭിച്ചിരുന്നു. അവിടെ എടുത്തു പറയേണ്ടത് ഹോർമിയുടെ ഒരു ബ്ലോക്ക് തന്നെയാണ്. അദ്ദേഹം അവിടെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നീട് 74-ാമത്തെ മിനിറ്റിൽ നോവയുടെ ഒരു തകർപ്പൻ ഷോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഗോൾ കീപ്പർ തട്ടി അകറ്റി. പിന്നീട് 75-ാമത്തെ മിനിറ്റിൽ പെപ്രയുടെ ഒരു ഹെഡർ ഗോൾ പിറന്നിരുന്നു. പക്ഷെ അതിനു മുൻപ് അവിടെ ഒരു ഫൗൾ വിളിച്ചിരുന്നു. അത് കാരണം ആ ഒരു ഗോൾ നിഷേധിക്കപ്പെട്ടു. 79-ാമത്തെ മിനിറ്റിലാണ് നോവയുടെ ആ ഒരു ഗോൾ പിറന്നത്. കോറോസിംഗിന്റെ ഒരു കിഡിലൻ ക്രോസ് ആയിരുന്നു. അതിൽ നിന്ന് ഒരു കിഡിലൻ ഹെഡർ നോവ ഉതിർക്കുകയായിരുന്നു. അത് ഗോൾ പോസ്റ്റിൽ കയറി. അത് മുഹമ്മദ് നസിയുടെ ഗോൾ കീപ്പർക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് 83-ാമത്തെ മിനിറ്റിൽ മറ്റൊരു ഗോൾ കൂടി നോവയുടെ ശ്രമത്തിൽ നിന്ന് പിറന്നിരുന്നു. പക്ഷെ അത് ഓഫ് സൈഡിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 85-ാമത്തെ മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അമാവിയ പകരക്കാരന്റെ റോളിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് മത്സരത്തിന്റെ 89-ാമത്തെ മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 3-ാമത്തെ ഗോൾ പിറന്നു എന്നുള്ളതാണ്. കോയഫ് ആണ് ആ ഒരു ഗോൾ നേടിയത്. അതിന്റെ ക്രെഡിറ്റ് നൽകേണ്ടത് അമാവിയക്കാണ്. അദ്ദേഹത്തിന്റെ ഒരു കിടിലൻ പാസ് ലൂണയിലേക്ക് എത്തി. പിന്നീട് അത് ലൂണ കൃത്യമായി കൊണ്ട് കോയഫിലേക്ക് എത്തിച്ചു. കോയഫ് അതൊരു തകർപ്പൻ ഷോട്ടിലൂടെ വലയിൽ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ എതിരില്ലാത്ത 3 ഗോളുകളുടെ വിജയമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ പോയിന്റുകൾ നേടാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. 14 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 10-ാം സ്ഥാനത്താണുള്ളത്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ജംഷഡ്പൂർ FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.